റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ, ഒരു മാറ്റമില്ല. കാരണം ഈ ലെവൽ ക്രോസ് സിനിമ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോൾ നമുക്ക് ഡയറക്ടറെ കിട്ടി, പക്ഷേ അമല പൊണ്ണ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയാണ്. ഒത്തിരി സന്തോഷം. സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മളോട് വലിയ യാത്രയായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങുന്നു. ഞാൻ ഇവരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചത് അമല കൊണ്ടേ കുക്ക് ഉണ്ടായിരുന്നോണ്ടാണ്. ശരിക്കും അതെ, അയ്യപ്പന്റെ മസാല ദോശയും ഓംലെറ്റും ആയിരുന്നു ഞങ്ങൾ അവിടെ. പിന്നെ മമ്മി വീട്ടിൽ നിന്ന് തന്നു വിട്ട അച്ചാറുകള്. ആ പിക്കിളിന്റെ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഞാൻ ഇപ്പൊ പിന്നീട് അത് കാലിക്കുപ്പ് എടുത്ത് ഇങ്ങനെ മണത്ത് വർഷം കഴിച്ചെന്ന് പറഞ്ഞു. അതെ, ആസിഫൊക്കെ അധികം എടുക്കണ്ട, കുറച്ചെടുത്താ മതി. ആ കഥ കുറെ രസമായിട്ട് കഥകളൊന്നും സംസാരിച്ചോട്ടോ. ഇല്ലാത്തോണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഇന്ന് തിരിക്കണം. അതെ, ഇതായിരുന്നു അവിടെ മെയിൻ ആയിട്ട്. മറ്റേ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ടെന്റ് ആയിരുന്നു അവിടെ, ക്യാരവനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാം കുറച്ചെടുത്തിട്ട് ബാക്കി അയ്യപ്പ വരാൻ വേണ്ടി കാത്തിരിക്കും. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫുഡ് കിട്ടാതെ അലയുന്ന ആത്മാക്കളെ പോലെ. അത് വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തുവിട്ട കുറെ സാധനങ്ങൾ. അതെ, അച്ചാറുകള്. പിന്നെ ഹോട്ടലിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ അയ്യപ്പ പോയി സ്പെഷ്യൽ ആയിട്ട് കഷ്ടപ്പെട്ട് മസാല ദോശയും ഓംലെറ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വരും. ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട്, ഐ തിങ്ക് ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ്. ഞങ്ങൾ മസാല ദോശ കണ്ട സന്തോഷത്തിൽ എല്ലാവരും കൂടെ പാട്ടുപാടി കഴിക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്തൊരു കുടുംബത്തിൽ നമ്മളൊരു വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന സിനിമ പോലെയായിരുന്നു. ആക്ച്വലി അർഫാസിന്റെ കൊച്ചുണ്ടായിരുന്നു, അജ്ജു. ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. ഹിസ് വൈഫ് വാസ് ദേർ. ഇറ്റ് വാസ് ഫൺ. അർഫാസിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു യാത്രയാണ് ഈ സിനിമ, അല്ലെ? ജിത്തു സാറിൽ നിന്നും കൊണ്ട പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടെടുത്ത ഒരു സിനിമ. അവിടെയാണ് ഈ സിനിമയുടെ ഒരു വിജയവും ഈ സിനിമ നമുക്ക് അത്രമാത്രം നമ്മുടെ ആഴത്തിൽ ഉള്ളിലേക്ക് പതിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അമലെ ഉൾപ്പെടെ ഉള്ള ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ? അതെങ്ങനെയാണ്? അതെ, സാറിന്റെ പേരുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരോടത്തൊക്കെ ആക്സസ് കിട്ടുന്നതും. സാർ തന്നെയാണ് അമലേനെ ഫോൺ ചെയ്ത് പറയുന്നതും. അപ്പോൾ സാറിന്റെ പേര് ഇതിൽ അറ്റാച്ച്ഡ് ആവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആസ് വെൽ. സാറിൻ്റെ പേര് വരുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കാം. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. ബിക്കോസ് ഹിസ് നെയിം ഇസ് ഇൻവോൾവ്, സോ ഐ ഷുഡ് മേക്ക് ഹിം ലുക്ക് ബാഡ് ബിക്കോസ് ഈസ് ഗിവൻ ദ നെയിം. സോ വി ഓൾ പുട്ട് ഇൻ അവർ എഫേർട്സ്. നമ്മൾ മാക്സിമം അത് നന്നാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 26 ജൂലൈയിൽ പടം റിലീസ് ആവുകയാണ്. സോ ലെറ്റ് ദ ഓഡിയൻസ് ഡിസൈഡ്. അല്ല, അമലെ സംബന്ധിച്ച് ഒത്തിരി ഡയറക്ടർമാരും കൂടെ മറ്റ് ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. അർഫാസ് എന്നൊരു പുതുമുഖന്റെ അടുത്തേക്ക് പോകുമ്പോൾ ജിത്തു സാർ എന്നെ വിളിക്കുന്നത്, ആ പോകുമ്പം എങ്ങനെയായിരുന്നു? അർഫാസ് ആണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ജിത്തു സാറിന്റെ കൂടെ അസോസിയേറ്റ് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ വലങ്കയായിട്ട് എന്നൊരു വ്യക്തി, എങ്ങനെയാണ് അമല അത് ഉൾക്കൊണ്ട് പോകുന്നത്? ജിത്തു സാർ എനിക്ക് അർഫാസിനെ കുറിച്ച് തന്ന ഇൻട്രൊഡക്ഷൻ അങ്ങനെയായിരുന്നു. പുള്ളി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. ആൻഡ് ഈ സൈഡ് ഇതൊന്ന് കേട്ട് നോക്കി, എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് സംഭവമാണ്. ആൻഡ് ഓൾസോ പുള്ളി പറഞ്ഞത് അർഫാസ് അമലിനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചു. അപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ അത് എനിക്ക് കോള് വരുന്നത് ഒരു വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ, ഞാൻ ഒരു ഡിവൈൻ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാറിലേക്ക് കയറുമ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നിമിത്തങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇതിലെന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വിത്തിൻ ഫ്യൂ ഡേയ്സ്, പിറ്റേഴ്സ് എന്തോ ഞാൻ ഒരു ബാലിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ മീറ്റ് ചെയ്തു. കഥ കേട്ടപ്പോൾ തന്നെ ഐ വാസ് വെരി വെരി ഹാപ്പി. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ട് നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ കേൾക്കും, പക്ഷെ നമുക്കത് അത്ര ഒരു ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ ഇതെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകൂടെ ഹാപ്പിയായി, ഒട്ടും ഡിസപ്പോയിന്റഡ് ആയില്ല. ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഓ കൊള്ളാലോ, അടിപൊളി സംഭവം എന്ന് തോന്നി എനിക്ക് കേട്ടപ്പോൾ. ഈ ഇരിക്കുന്ന ആളല്ല ഡയറക്ഷനിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു. ഈ ഇരിക്കുന്ന ആള് തന്നെയാണ് ഡയറക്ഷനിൽ വരുമ്പോൾ, പക്ഷെ ആളുടെ ചിന്തകള് പടം കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ക്യാരക്ടറിലൂടെയും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എല്ലാം ഈ ആളിൽ നിന്ന് തന്നെയാണോ ഉണ്ടായതെന്ന് നമ്മൾ ആലോചിക്കും. കാരണം അത്രയും ഒരു സിമ്പിൾ സ്വീറ്റ് ഹ്യൂമൻ ബീങ് ആണ്. ഇറ്റ്സ് ബിക്കം ലൈക്ക് മൈ ഡിയർ ഫ്രണ്ട് ആൻഡ് ഫാമിലി നൗ. ഈ മനുഷ്യൻ ഇത്രയും ഡാർക്ക് ആൻഡ് ലൈക്ക് ക്രേസി ക്യാരക്ടേഴ്സിനെ എങ്ങനെ എഴുതിയെടുത്തു എന്നുള്ളത് ഞങ്ങൾ കളിയാക്കാറുണ്ട്, ഞാനും ആസിഫൊക്കെ. ബട്ട് ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡയറക്ടറാണ്. ഈസ് വെരി ടാലന്റഡ്. ഇറ്റ് വാസ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് ഹിം ഇൻ ടേംസ് ഓഫ്
ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് യുനോ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സീനിൽ ആൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഒത്തിരി ലെയേഴ്സ് ഉണ്ട്. യുനോ എൻ്റെ ക്യാരക്ടറിനായാലും ആസിഫിൻ്റെ ആയാലും ഷറഫുദ്ദീൻ്റെ ആണെങ്കിലും. അപ്പം ഈ ലെയേഴ്സ് ഉള്ള ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്യുമ്പം എപ്പോഴും കുറച്ച് അതൊരു കൺഫ്യൂസിങ് ആവാറുണ്ട്. എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഒത്തിരി കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അർഫാസിന്. പുതിയ ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ക്ലാരിറ്റി കുറവുണ്ടാവും, കൺഫ്യൂസ്ഡ് ആവും. അപ്പം പിന്നെ അതുപോലെ നമുക്കൊരു ഫീഡ്ബാക്ക്, എനിക്കൊക്കെ ഒത്തിരി ഡയറക്ടേഴ്സ്, ഞാൻ ഭയങ്കര ഡയറക്ടർ ഡിപ്പെൻഡന്റ് ആക്ടറാണ്. അപ്പം ഡയറക്ടർ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്കിംഗ് വിത്ത് ഹിം. യാ, ദാറ്റ് വേ. തീർച്ചയായിട്ടും എനിക്ക് അർഫാസ് എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞ കഥകളൊക്കെ വീണ്ടും അന്ന് പറഞ്ഞ ബോംബെയിലുള്ള ജീവിതവും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ കഥകളാണ്. അമല കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ആ വീഡിയോ. ആ കഥകളൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ഏറ്റെടുത്തത്, താങ്കളെ ആ പ്രഷർ അത്ര ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ ഇന്റർവ്യൂവിൽ നിന്ന് പറഞ്ഞു പൂജപ്പെട്ടികളെ കണ്ട കാര്യവും ഫോൺ ചെയ്ത് വിളിച്ച ആ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അമലയെ പോലെ ഒരു ആക്ടറെയാണ് കയ്യിലേക്ക് കിട്ടിയത് അല്ലേ? അത് നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണ് അമലെ എന്തുമാത്രം നമ്മൾ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ച് നമ്മൾ സിനിമ കണ്ടാലും അമലയെ കൈ കിട്ടുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ. അമല എത്രയോ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു, അത്തരം ഒരു ആക്ടറെയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് നമ്മളൊരു മനസ്സിൽ ഉറച്ച് തീരുമാനത്തിലേക്ക് പോകുന്നത്? എനിക്ക് ഭയം ഉണ്ടായിരുന്നത് അമലയെ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഭയം. അതെ, അമലയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് എന്ത് വേണം അത് അമലയിലുണ്ട്. ഐ ജസ്റ്റ് ഹാവ് ടു guide her the right way, give her the right brief and I'll get it. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഐ ഡോണ്ട് ഹാവ് ദി ആക്സസ്. അപ്പോൾ എനിക്ക് അമലയെ കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പായ ഒരു സ്ഥിതിക്ക് എന്നോട് പലരും വന്നിട്ട് പറഞ്ഞു, അല്ല അമലയെ കിട്ടിയില്ല കുഴപ്പമില്ല, എനിവേസ് ഷീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഞാൻ കേട്ട കാര്യങ്ങളുണ്ട്, ഷീസ് ഗോട്ട് ടാൻട്രംസ്, ഷീസ് ഗോട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിലിം ക്രൂന്ന് ഇങ്ങനെയൊക്കെ സംസാരം വരാനുള്ള കാരണം എന്താണ്? ഒന്ന്, അവർക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. രണ്ട്, അവർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കലാകാരല്ലേ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ the best actors will ask you a lot of questions because they want to improve. So I was very confident. I have very clear picture of what this character is, Chaitali is. I just had to guide her. So I was like, no, I'm very confident. I will handle. Pakshe, I was ready to handle. I don't know how I'll handle, but I said I'll handle. But when she came to the set, I realized എല്ലാ കേട്ടതൊക്കെ നുണയായിരുന്നു എന്നുള്ളപ്പോഴാണ് മനസ്സിലായി. All she is asking is this right? Is this character? We are only discussing about the character, about the performances. അപ്പോൾ I felt that എനിക്ക് ഈ സിനിമ എത്രത്തോളം നന്നാവണം, ഈ കഥാപാത്രം എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹം അമലയ്ക്കുണ്ട്. ദാറ്റ് So I was like very happy that okay, my choice was right. എനിക്ക് തോന്നുന്നു അമല ഇപ്പൊ പറഞ്ഞ പോലെ പല ആളുകളും പലതും പറഞ്ഞു തന്നല്ലോ. എന്തിനാന്ന് പറയാം, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അമല അയക്കാലും കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും അർഫാസ് പടം തുടങ്ങട്ടെ ആരെങ്കിലും വെച്ചിട്ട്. തീർച്ചയായിട്ടും ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് പവൻ കുമാർ, ഞാൻ ഒരു തെലുഗു യൂടേണിന്റെ ഒക്കെ ഡയറക്ടർ, ഞങ്ങളൊരു തെലുഗു സീരീസ് ചെയ്തിരുന്നു. പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, യുനോ ഇങ്ങനെ ഒരുപാട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് വർക്ക് ചെയ്യാനായിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഹി സെഡ്, യു നോ, യു ആർ സച്ച് എ സ്വീറ്റ് പേഴ്സൺ ആൻഡ് യു നോ ലൈക്ക് ദർ ഇസ് നത്തിങ് ലൈക്ക് വാട്ട് ഐ ഹവ് ഹേർഡ് അബൌട്ട് യു. നമ്മളായിട്ട് അടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ അമലയെ കുറിച്ച് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ സംസാരമുണ്ട്. അമല എടുത്തവർ വന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അമല എങ്ങനെയാന്നുള്ളത്. അതെ അതെ, ഒരാളെ നമുക്ക് എങ്ങനെ വേണേലും ജഡ്ജ് ചെയ്യാം. ഇപ്പൊ അവരിപ്പോ നമുക്ക് അൺപ്ലസന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മൾക്ക് ലൈക്ക് ഐ ഫീൽ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ഇറ്റ്സ് യു നോ. പക്ഷെ ഞാൻ അമലയെ കണ്ടിരിക്കുന്നത്, എനിക്ക് അമലയോട് വീണ്ടും റെസ്പെക്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ആടിന്റെ സമയത്ത്, ആടുജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ്, ഗർഭിണിയാവുന്നതിന് മുമ്പ് എടുത്ത ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചില് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന പറയാം. ബിഗ് സല്യൂട്ട് ഉള്ളത് തന്നെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അത് നമ്മൾ സംസാരിച്ചു, അന്ന് വന്നതാണ്. ഈ സിനിമയാണ് നമ്മുടെ ജീവിതം. സിനിമ ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, അത് നമ്മൾ അവരോട് സഹകരിക്കണം. അതിന് ഏറ്റവും മാതൃക കാണിച്ച ഒരു നടി എന്ന നിലയിൽ അമലയാണ് ഏറ്റവും നല്ല നടി എന്ന് ഞാൻ പറയും. ഒരു മാറ്റമില്ല. ഞാൻ പറയും അരി വാങ്ങണ്ടേ, അങ്ങനെ കാണുന്നുള്ളൂ. അതെ, പറയുന്നവർ പലതും പറയട്ടെ. അത് ഈ സിനിമയോടുള്ള ആത്മാർത്ഥയാണ്. അതെ, നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രത്തിനുള്ള ആത്മാർത്ഥത. ആബ്സല്യൂട്ട്ലി. കാരണം നമ്മൾ അത്രയും ലവോട് കൂടിയാണ് നമ്മൾ ഓരോ
ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്നത്. അത്രയും എനർജി, അത്രയും ഹാർഡ് വർക്ക്. അതുപോലെ ഇപ്പം അർഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്, ഒരു ഇത്രയും വർഷത്തെ 14 ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ്. അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇതിന്ന് മാറി നിൽക്കായിരുന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി. ഈവൻ ദോ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി, ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി. പക്ഷെ എന്നാലും എനിക്ക് പറ്റത്തില്ല. ഐ ബി വെരി ഗിൽറ്റി. എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പൊ അതിനേക്കാളും ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ്. വന്നത് നമ്മളോട് സംശയം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ കൊച്ചു കരയുന്ന പോലെ ഞാൻ എല്ലാ ഇന്റർവ്യൂ തീർത്തിട്ടാ പോകുന്നത്. അല്ലെ നമ്മൾ വന്ന് കയറി അവിടെ ആലോചിക്കണം, കുട്ടി വീട്ടിലാണ്, അതെ, വളരെ ചുരുക്കം നാളുകളായുള്ളൂ, 1 month ആയുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് അതാണ് ഒരു ആത്മാർത്ഥം. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നതുകൊണ്ട് തീരുന്നില്ലല്ലോ അമല നമ്മുടെ ബാധ്യത ഒരിക്കലും. ആ സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തീരുന്നത്. ഇനി നമ്മൾ ഇതിനു മുമ്പ് ടീച്ചർ സിനിമയ്ക്കാന്ന് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് ഇരുന്നത്. അതെ അതെ, ഇന്റർവ്യൂ ചെയ്ത്. അതെ, കറക്റ്റ്. നമ്മൾ ഇരുന്നത് അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ആളാ. പറയുന്നവര് പറയട്ടെ അമല, പോകാൻ പറയാവരോട്. അതെ, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴേ വിട്ടതാ. അതെ, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇപ്പൊ പറഞ്ഞു കേട്ടോ. PTE ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി ഫ്യൂച്ചർ